കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തെങ്കിലേക്ക് സ്വാഗതം. ഈ പ്രഭാത ധ്യാനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീരുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് നമ്മൾ മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം അതിന് 45-ാമത്തെ വാക്യം വായിച്ച് ധ്യാനിപ്പാൻ ആഗ്രഹിക്കുന്നു. പിന്നെയും സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് അത് വാങ്ങി. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത്, വയലിലൂടെ കടന്നു പോകുന്നതായ ഒരു വ്യക്തി യാദൃച്ഛികമായി ഒരു നിധി കണ്ടെത്തിയാറെ അവനത് മറച്ചു വെച്ച് ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങി എന്നുള്ളതാണ്. അപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, അടുത്ത ഉപമ ഇതുമായി വളരെ സാദൃശ്യമുള്ള ഒന്നാണ്. എന്നാൽ ആശയപരമായി വളരെ വ്യത്യാസം ഉണ്ടതാനും. ഒന്നാമത്തെ ഉപമയിൽ നമ്മൾ കണ്ടത് യാദൃച്ഛിക ഒരു നിധി കണ്ടെത്തുന്ന ഒരു മനുഷ്യനെയാണ്. അവൻ മനഃപൂർവ്വമായി കണ്ടെത്തിയതായ ഒരു നിധിയല്ലത്, മറിച്ച് ഈ വ്യക്തിയെ ഈ നിധി കണ്ടെത്തുവാൻ ദൈവം സഹായിച്ചു, അല്ലെങ്കിൽ ദൈവം അവൻ്റെ വഴികളെ നിയന്ത്രിച്ചു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയ വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇതുപോലെ തന്നെയാണ് ദൈവരാജ്യവും. ദൈവരാജ്യം അദൃശ്യമാണ് ഈ ഭൂമിയിൽ. പക്ഷേ ആ അദൃശ്യമായ ദൈവരാജ്യത്തെ കണ്ടെത്തുവാൻ ദൈവം ഓരോരുത്തരെയും നിയന്ത്രിച്ച് ആ നിധിയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചതായ വളരെ പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ചതായ ഈ രണ്ടാമത്തെ ഉപമ, അതായത് 45-ാം വാക്യത്തിൽ കാണുന്നതായ ഉപമ വളരെ വ്യത്യസ്തമാണ്. ഇവിടെ ഈ മനുഷ്യൻ ഒരു വ്യാപാരിയാണെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. മുത്തുകളുടെ വ്യാപാരം ചെയ്യുന്നതായ മനുഷ്യൻ വിൽക്കുകയും ചെയ്യുന്നു, അതേപോലെ തന്നെ വാങ്ങുകയും ചെയ്യുന്നു. പഴയ കാലങ്ങളിൽ ഇങ്ങനെയുള്ള മുത്തു വ്യാപാരികൾ വളരെ വ്യാപകമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ വ്യക്തിയും മുത്തുകളെക്കുറിച്ച് നല്ലൊരു ഗ്രാഹ്യമുള്ളതായ വ്യക്തിയാണ്. വേണ്ടതായ അറിവും ജ്ഞാനവും എല്ലാം തനിക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവിടെ പറയുന്നു, സ്വർഗരാജ്യം നല്ല മുത്ത് അന്വേഷിക്കുന്ന വ്യാപാരിയോട് സദൃശം. അവൻ വിലയേറിയ ഒരു മുത്ത് കണ്ടെത്തിയാറെ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് അത് വാങ്ങി. നമ്മൾ മുമ്പ് കണ്ട ഉപമയിൽ ആ മനുഷ്യൻ യാദൃച്ഛികമായി കണ്ടതായ ആ നിധി മറച്ചുവെച്ചെങ്കിൽ, ഈ മനുഷ്യൻ താൻ ഒരു മുത്ത് കണ്ടെത്തിയപ്പോൾ അവൻ വിലയേറിയതായ ഒരു മുത്ത് കണ്ടെത്തി. അപ്പോൾ ഈ മനുഷ്യന് മുത്തുകളെക്കുറിച്ചുള്ള നല്ലൊരു ഗ്രാഹ്യമുണ്ട് എന്ന് മാത്രമല്ല, ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതായ ഒരു പാഠം, മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്ന ജ്ഞാനം, അതുപോലെ മനുഷ്യർക്ക് ദൈവം കൊടുക്കുന്നതായ വിവേചന ശക്തി, ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ശ്രേഷ്ഠമായതിനെ കാണുവാൻ തക്കോണം മനുഷ്യനെ പ്രാപ്തരാക്കുന്ന ഒരു ദൈവം. അതുപോലെ തന്നെ ഈ മനുഷ്യനെയും ദൈവം പ്രാപ്തനാക്കി. ഈ വിലയേറിയ മുത്ത് കണ്ടെത്തിയപ്പോൾ, അല്ലെങ്കിൽ ദൈവരാജ്യം എന്നുള്ളതായ ഈ വിലയേറിയ മുത്ത് കണ്ടെത്തിയപ്പോൾ താൻ എന്തു ചെയ്തു എന്ന് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. ആ വാക്യങ്ങളിലേക്ക് നമുക്ക് കടന്നു പോകാം. അവൻ കണ്ടെത്തിയാറ് ചെന്ന് തനിക്കുള്ളതെല്ലാം വിറ്റ് അത് വാങ്ങി. ആദ്യത്തെ മനുഷ്യൻ ചെയ്തതുപോലെ തന്നെ ഈ മനുഷ്യന് ചെയ്തു. ആ നിധിയുടെ വില എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ മുത്തിൻ്റെ വില എന്ന് പറയുന്നത്, തനിക്ക് ഉള്ളതൊക്കെയുമാണ് ആ വില. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ മൂല്യം, അതിൻ്റെ വില എന്താണെന്ന് നമുക്കിവിടെ കാണാൻ കഴിയും. ഞാൻ ദൈവരാജ്യം എന്ന് നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദൈവരാജ്യത്തിൽ വന്നവരുടെ വിലയാണ്. ദൈവരാജ്യത്തിൽ വന്ന ഒരാളുടെ വില എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ എന്തൊക്കെയുണ്ടോ അതിനേക്കാളെല്ലാം വലുതാണ്. ഇതേപോലെ തന്നെ ഒരു മുത്ത് കണ്ടെത്തിയ ഒരു മനുഷ്യനെ കുറിച്ച് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. അത് മറ്റാരുമല്ല, അപ്പോസ്തലനായ പൗലോസാണ്. നമുക്കറിയാവുന്ന പോലെ അപ്പോസ്തലനായ പൗലോസ് ഈ ദൈവരാജ്യത്തെ വില കുറിച്ച് കണ്ടുകൊണ്ട് അവൻ ക്രൈസ്തവ സഭയെ ഉപദ്രവിച്ചു പോകുന്നതായ ഒരു മനുഷ്യനായിരുന്നു. പക്ഷേ ഒരിക്കൽ ദൈവജനത്തെ ഉപദ്രവിക്കാൻ വേണ്ടി താൻ ദമാസ്കസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവം അവനെ സന്ദർശിച്ചു. തുടർന്നുള്ള കാര്യങ്ങൾ അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്ക് കാണുവാൻ കഴിയും. ദൈവരാജ്യത്തെ കണ്ടെത്തുവാൻ കഴിഞ്ഞതായ ഒരു പൗലോസിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നത്. കണ്ടെത്തിയപ്പോൾ തൻ്റെ പ്രതികരണം എന്തായിരുന്നു? വേണമെങ്കിൽ പൗലോസിന് പിന്തിരിഞ്ഞു പോകാം. ദമാസ്കസിൻ്റെ പടിവാതിൽക്കൽ നടന്നതായ ഒരു സംഭവം വളരെ യാദൃച്ഛികമായ ഒരു സംഭവമാണെന്ന് കണ്ടുകൊണ്ട് വീണ്ടും തനിക്ക് ഈ ക്രൈസ്തവരെ ഫോളോ ചെയ്യുവാൻ സാധിക്കുമായിരുന്നു. പക്ഷേ പൗലോസ് എന്താണ് ചെയ്തത്? ഈ വിലയുള്ളതായ ദൈവരാജ്യത്തെ കണ്ടെത്തിയപ്പോൾ, കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിയപ്പോൾ, കർത്താവ് യേശുക്രിസ്തുവിനെ സേവിക്കുന്നതായ ആരാധിക്കുന്നതായ ദൈവജനത്തെ കണ്ടുമുട്ടിയപ്പോൾ
ഫിലിപ്പിയ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. ആ വാക്യം നമുക്കത് വായിക്കാം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നൊക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. അപ്പോൾ ഈ വ്യാപാരി ചെയ്തതുപോലെ തന്നെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, എനിക്കുള്ളതെല്ലാം ഛേദമെന്ന് എണ്ണുന്നു. എന്താണ് പൗലോസിനുണ്ടായിരുന്നത്? നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ ആ ക്വാളിറ്റിയൊക്കെ മറികടക്കുന്ന ശ്രേഷ്ഠമേറിയ വിദ്യാഭ്യാസം അപ്പോസ്തലനായ പൗലോസിനുണ്ടായിരുന്നു. അതുപോലെ തന്നെ താൻ വളരെ കുടുംബപരമായി തന്നെ വളരെ ധനാഢ്യനായ ഒരു വ്യക്തിയായിരുന്നു. ജീവിതത്തിൽ ഇഷ്ടം പോലെ ആർഭാടമായി ജീവിക്കാനുള്ള സുഖസൗകര്യങ്ങൾ ഉള്ളതായ ഒരു മനുഷ്യനായിരുന്നു ഈ അപ്പോസ്തലനായ പൗലോസ്. പക്ഷേ താൻ കണ്ടെത്തിയതായ ദൈവത്തിൻ്റെ രാജ്യം എന്ന് പറയുന്നത്, അതിൻ്റെ വില എന്ന് പറയുന്നത് തനിക്ക് ഉള്ളതിലും ഒക്കെയും അധികമാണെന്ന് തനിക്ക് മനസ്സിലാക്കിക്കൊണ്ട് തനിക്കുള്ളതെല്ലാം താൻ ഛേദമെന്ന്, നഷ്ടമെന്ന് എണ്ണുകയാണ്. ഇന്ന് പലരും കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞ് തങ്ങളുടെ കഴിഞ്ഞ നാളുകളുടെ അവസ്ഥയെക്കുറിച്ച് വാദോരാതെ സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്? അവർക്കാർക്കും തന്നെ ദൈവരാജ്യത്തെ മൂല്യമുള്ളതായി കാണുവാൻ കഴിയാത്തതുകൊണ്ടാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, എനിക്കും നിങ്ങൾക്കും ഉള്ള സകലതും, അത് കർത്താവ് യേശു ക്രിസ്തു പറയുന്നത് അപ്പനാകട്ടെ, അമ്മയാകട്ടെ, സഹോദരങ്ങളാകട്ടെ, വീടാകട്ടെ, വസ്തുവാകട്ടെ, ഈ ഭൂമിയിലുള്ള സകലവും ദൈവരാജ്യത്തെക്കാൾ ഇൻഫീരിയറാണ്, ദൈവരാജ്യത്തെക്കാൾ കുറഞ്ഞതാണ്, ദൈവരാജ്യമാണ് മൂല്യമുള്ളതെന്ന് കാണുമ്പോൾ ആ വ്യക്തിക്ക് ഇന്ന് ഈ ഭൂമിയിലുള്ള ബന്ധങ്ങളാകട്ടെ, വസ്തുക്കളാകട്ടെ, സമ്പത്താകട്ടെ, ഇതിനെല്ലാം ഛേദമെന്നെണ്ണുവാൻ അപ്പോസ്തലനായ പൗലോസിനെ പോലെ സാധിക്കും. അപ്പോഴാണ് നമ്മൾ ദൈവരാജ്യത്തിനും കർത്താവ് യേശു ക്രിസ്തുവിനും നാം മൂല്യം കൽപ്പിക്കുന്നത്. കർത്താവ് യേശു ക്രിസ്തു മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 39-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും, എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. അപ്പോൾ ആർക്കാണ് ഇത് കണ്ടെത്തുവാൻ കഴിയുന്നത്? അതേ ഈ മുത്ത് വ്യാപാരിയെ പോലെ താൻ എന്ത് ചെയ്തു? ഈ ദൈവരാജ്യത്തെ താൻ കണ്ടെത്തിയപ്പോൾ തനിക്കുള്ളതെല്ലാം താൻ വിറ്റു എന്ന് പറഞ്ഞാൽ തൻ്റെ ജീവനെ കൂടെ താൻ കളഞ്ഞു. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഈ വാഹനം എൻ്റെ ജീവനാണ്, ഈ മക്കൾ എൻ്റെ ജീവിതമാണ്, എൻ്റെ ഭാര്യ എൻ്റെ ജീവനാണ്, എൻ്റെ കുടുംബം എൻ്റെ ജീവനാണ്. പക്ഷെ അതിനെ കളഞ്ഞ് കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടെത്തുന്നവൻ തൻ്റെ ജീവനെ രക്ഷിപ്പാൻ നിത്യതയിൽ തനിക്ക് ഒരു സ്ഥാനം ഉറപ്പിക്കുവാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഭാര്യയും മക്കളെയും വസ്തുക്കളെയും നമ്മൾ നഷ്ടപ്പെടുത്തണമെന്നല്ല പറഞ്ഞത്, മറിച്ച് ദൈവരാജ്യത്തെ നാം മൂല്യമുള്ളതായി കാണണം. നമുക്കുള്ളതിൽ എല്ലാറ്റിനും ഇന്ന് ആ ഒരു സമർപ്പണം എത്ര പേർക്ക് എടുക്കുവാൻ സാധിക്കും? ഈ മുത്തു വ്യാപാരിയെ പോലെ ദൈവം കൊടുത്തതായ അറിവ്, ആ പരിജ്ഞാനം, അതിലുള്ള ആ പ്രകാശന നിമിത്തമാണ് തനിക്ക് ആ മുത്തിനെ ശ്രേഷ്ഠതയുള്ളതായിട്ട് കാണുവാനും താൻ നേരത്തെ സമ്പാദിച്ചു കൂട്ടിയ മുത്തുകളെല്ലാം തന്നെ ഇതിനേക്കാൾ മൂല്യം കുറഞ്ഞതെന്ന് കണ്ട് അവയെല്ലാം ത്യജിക്കുവാനും എനിക്ക് സാധിച്ചത്. നമ്മുടെ ജീവിതത്തിലും ഇപ്രകാരമുള്ള ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഈ ദൈവരാജ്യത്തിൻ്റെ മൂല്യം വർദ്ധിക്കുവാനും നമ്മുടെ മൂല്യം ഉയരുവാനും, ദൈവരാജ്യത്തിൻ്റെ മൂല്യം വർദ്ധിച്ചതായി നമ്മൾ കാണുമ്പോൾ നമ്മളുടെ മൂല്യവുമാണ് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാകാം കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞത്, ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? നമ്മളുടെ ആത്മാവ് വളരെ പ്രധാനമുള്ളതും മൂല്യമുള്ളതാണ്. അതിലേക്ക് നമുക്കെല്ലാവർക്കും പ്രവേശിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഒരു വാക്ക് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയപിതാവേ, എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വളരെ മനോഹരമായ ദൈവവചനത്തിനായി സ്തോത്രം. ഈ വചനം കേട്ട ഏവരെയും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവേ, ദൈവരാജ്യത്തെ കണ്ടെത്തിയവർ, ദൈവരാജ്യത്തിൻ്റെ ആ മൂല്യനിമിത്തം അവർ മൂല്യമുള്ളവരായി മാറുമെന്നു ഞങ്ങൾക്ക് ഉള്ളതെല്ലാം തന്നെ ത്യജിക്കുവാനും ആ ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിപ്പാനും ജീവിപ്പാനും ഞങ്ങൾക്ക് സാധിക്കുമെന്നും ഞങ്ങൾ അറിയുന്നു. ഈ വചനം കേട്ട ഏവരും ദൈവത്താൽ അനുഗ്രഹിക്കുവാനായി കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന അങ്ങ് ശ്രദ്ധ കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു. ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ വിളിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. God bless you all.